യഥാർത്ഥ അവകാശിയും എന്ന് പറഞ്ഞോടുകൂടി ദേവയാനിയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു. പൊതുവെ അഹങ്കാരിയും മുൻകോപിയുമായ ദേവയാനി കൂടുതൽ സമയവും യയാതിയുമായി വഴക്കിടാൻ ഉപയോഗിച്ചു. അവരുടെ ദാമ്പത്യ ബന്ധം ക്രമേണ അകലാൻ ഇതിന് കാരണമായി. യയാതി സുഖഭോഗങ്ങളിൽ മുഴുകി മദ്യത്തിനും മദിരാശിക്കും പുറകെ സഞ്ചരിച്ച് രാജഭരണത്തിൽ നിന്നെല്ലാം വിട്ട് വെറുതെ അലസമായി ജീവിക്കാൻ തുടങ്ങി. അശോകവനത്തിലേക്ക് പറഞ്ഞയക്കപ്പെട്ട ശർമ്മിഷ്ഠ ഗർഭിണിയായെന്നും ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നറിഞ്ഞു ദേവയാനി കോപിഷ്ഠയായി. ദേവയാനി ശർമ്മിഷ്ഠയെ ആളയച്ച് കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു. തുടർന്ന് കാണുന്നു. മഹാറാണി, എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? ആദ്യം നീ തലയുർത്തി നോക്ക്. ഒരു ചോദ്യം ഒരു ഉത്തരം. നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ്? നിന്റെ മാതാപിതാക്കളെ പിടിച്ച് സത്യം ചെയ്തിട്ട് ഉത്തരം പറയണം. ഞാൻ ഇതിനു മുമ്പും ഉത്തരം പറഞ്ഞതാണ്. നിന്റെ നുണക്കഥയല്ല എനിക്ക് വേണ്ടത്. സത്യം, യഥാർത്ഥ സത്യം. നുണയല്ല, ഒരു ഋഷിയുടെ അനുഗ്രഹത്താൽ. മണ്ണക്കട്ട, ഞാൻ ഇതിനെ വ്യഭിചാരമെന്നേ വിളിക്കൂ. ഞാൻ വ്യഭിചാരിണിയല്ല. ഒരു മഹാനായ ഋഷിയുടെ അനുഗ്രഹത്താലാണ് ഞാൻ ഗർഭിണിയായതും എന്റെ മകനെ പ്രസവിച്ചതും. ആരാണ് ഋഷി? അയാളുടെ പേര്, ഗോത്രം, കുലം? എന്താ ഒന്നും മിണ്ടാത്തത്? നാവടഞ്ഞു പോയോ? ഒരു ഋഷിയാണെന്ന് മാത്രം എനിക്കറിയാം. ഏത് ഋഷിയാണ് നിന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചത് എന്ന് എനിക്കറിയണം. ഖജനാണോ? അല്ല, അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയുന്നത് തന്നെ പാപമാണ്. ശർമ്മിഷ്ഠേ, നീ എന്റെ ദാസിയാണെന്ന കാര്യം മറന്നിട്ടില്ലല്ലോ. ദാസിമാരുടെ പല തെറ്റുകളും ഞാൻ ക്ഷമിക്കാറുണ്ട്, ഇനിയും ക്ഷമിക്കും. പക്ഷേ ഒരു ദാസിയുടെ വ്യഭിചാരം. ഞാൻ വ്യഭിചാരിണിയല്ലെന്ന് പലതവണ പറഞ്ഞു. അതുകൊള്ളാം. ഭർത്താവില്ലാതെ ഒരുത്തി പ്രസവിച്ചാൽ അവളെ പിന്നെ എന്ത് വിളിക്കണം? മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന്റെ പേരറിഞ്ഞിട്ട് എന്ത് കാര്യം? ആരുടെയെങ്കിലും അനുഗ്രഹം കൊണ്ട് കുട്ടികളുണ്ടാകും എന്ന കള്ളക്കഥയൊന്നും ഞാൻ വിശ്വസിക്കില്ല. ശുക്രാചാര്യൻ സഞ്ജീവനി മന്ത്രം കൊണ്ട് മരിച്ചവരെ ജീവിച്ചെന്ന് പറഞ്ഞതും കള്ളക്കഥയാണോ? അഹങ്കാരി, വായി തോന്നുന്നതും പറയാമെന്നായോ? 3 ലോകങ്ങളിലും പ്രശസ്തനായ എന്റെ അച്ഛനെവിടെ? നിന്നെപ്പോലൊരു ദാസിയുടെ കുഞ്ഞിന്റെ അച്ഛനാവാൻ നടക്കുന്ന കപട സന്യാസി എവിടെ? എനിക്ക് അവന്റെ പേരറിയണം. ഞാൻ പറയില്ല. ഞാൻ മഹാറാണിയാണ്. എന്നെ ധിക്കരിച്ചാൽ അതിന് തക്ക ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നാളത്തെ ദർബാറിൽ ഞാൻ നിന്റെ വ്യഭിചാരക്കുറ്റത്തിന് വിസ്തരിക്കും. ആളുകൾക്ക് നിന്റെ വാക്കുകൾ ബോധ്യമായില്ലെങ്കിൽ തല മൊട്ടയടിച്ച് മഞ്ഞൾ പുരട്ടി കഴുതപ്പുറത്തിരുത്തി നാട് മുഴുവൻ നടത്തിക്കും. എവിടെ പോകുന്നു? ഇതിലെ താഴെ ഇറങ്ങിപ്പോ. അവിടെ ഒരു നിലവറയുണ്ട്. നല്ല ഏകാന്തതയാണ് അവിടെ. നിന്റെ കാമുകന്റെ പേര് വെളിപ്പെടുത്താമോ ഇല്ലയോ എന്ന് ഇന്ന് രാത്രി കൊണ്ട് നീ തീരുമാനിക്കണം. എന്നെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്യരുത്. എന്റെ മകനെ ഓർത്തിട്ടെങ്കിലും എന്നെ വെറുതെ വിടണം. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കൊള്ളാം. സത്യം പറ, നിന്റെ മകന്റെ കയ്യിലെങ്ങനെ ഭാവിയിലെ ചക്രവർത്തിയുടെ രേഖകൾ വന്നു? അതൊരു പക്ഷേ ജ്യോതിഷിക്ക് തെറ്റുപറ്റിയതാവും. അതല്ലെങ്കിൽ ആ ഋഷിയുടെ അനുഗ്രഹം കൊണ്ട്. എങ്കിൽ ആ ഋഷിയുടെ അനുഗ്രഹം കൊണ്ട് ഈ നിലവറയിൽ നിന്ന് രക്ഷപ്പെടാമോ എന്ന് നോക്ക്. ഹസ്തിനപുരിയിലെ മഹാരാജാവായ യയതിയുടെ പട്ടമഹർഷി സുഖം തന്നെയല്ലേ? നിങ്ങളുടെ സാമീപ്യം തന്നെ എന്നിൽ അരിശമുണ്ടാക്കുന്നു. പിന്നെയല്ലേ ഈ ജൽപ്പനങ്ങൾ? കിണറ്റിൽ നിന്നും കരയ്ക്ക് കയറ്റാൻ ഒരാളുടെ കൈക്ക് പിടിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ജീവിതത്തിൽ കൈപിടിച്ച് നടക്കാനാ ബുദ്ധിമുട്ട്. വലിയ ആഘോഷത്തോടെയാണല്ലോ ഇന്നത്തെ വരവ്. എന്റെ അച്ഛൻ നഹുഷ മഹാരാജാവ് ഒരിക്കൽ ദേവേന്ദ്രനെ തോൽപ്പിച്ചതാണ്. ഞാനിന്ന് വീണ്ടും ഇന്ദ്രനെ തോൽപ്പിക്കാൻ പോവുകയാണ്. ഭ്രാന്ത് പറയാതെ മാറി നിൽക്ക്. ഇത് ഭ്രാന്തല്ല, സത്യം. നിന്റെ അച്ഛനാണ് സത്യം. ദേവേന്ദ്രനോട് ഞാൻ ഇന്ന് ചോദിക്കും, ദേവന്മാരുടെ സ്വർഗത്തിൽ എന്റെ ദേവയാനെ പോലൊരു അപ്സരസുണ്ടോ എന്ന്. അതോടെ ദേവേന്ദ്രൻ തോറ്റും തുന്നം പാടും. ദേവയാനി, നിനക്ക് എന്തു പറ്റി? നിന്നോട്
ആരെങ്കിലും എന്തെങ്കിലും എന്നോട് ആരൊന്നും പറഞ്ഞില്ല. ആരെങ്കിലും നിന്നെ അപമാനിച്ചു? ഉവ്, അപമാനിച്ചു. ആര്? അങ്ങ് തന്നെ. ഞാന്? എപ്പോ? അതിന്റെ അർത്ഥം എനിക്ക് അർത്ഥമല്ല, അനർത്ഥം. ഇതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇന്നൊരു മംഗള ദിവസമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ഒരു മുഹൂർത്തം. അതെന്താണാവോ ആ മുഹൂർത്തം? ഓ, ഞാനത് മറന്നുപോയി. ഇന്ന് കൊട്ടാരത്തിൽ മഹാറാണിയുടെ നൃത്തപ്രകടനമുണ്ടല്ലേ? ഈ ദിവസം തന്നെ എന്റെ അടുത്തേക്ക് മദ്യപിച്ചു കൊണ്ടുവരാൻ എങ്ങനെ തോന്നി? മദ്യമോ? ഞാനൊരു വിരുന്നിന് ചെന്നപ്പോൾ അവരെനിക്കൊരു പാനീയത്വം. എന്താണ് അതിന്റെ പേര്? ആ, മാധുരി. അതെ, മാധുരി. ഒരു രസത്തിന് ഞാനൊരൽപ്പം കുടിച്ചു. എല്ലാ മദ്യങ്ങളുടെയും പേരുകൾ എനിക്കറിയാം. ഒരു കാലത്ത് എന്റെ അച്ഛനും മദ്യത്തിന് അടിമയായിരുന്നു. ഈ മദ്യം കാരണമാണ് അച്ഛന് സഞ്ജീവനി നഷ്ടമായത്. അന്നു മുതൽ ബ്രാഹ്മണൻ മദ്യം കഴിച്ചാൽ അവന്റെ തൊണ്ടയിൽ ഈ മുരുക്കി ഒഴിക്കണമെന്ന് അച്ഛൻ നിയമമുണ്ടാക്കി. ഞാൻ ബ്രാഹ്മണനല്ലാത്തത് എന്റെ ഭാഗ്യം. അങ്ങ് ബ്രാഹ്മണനല്ലായിരിക്കാം, പക്ഷെ ഞാൻ ബ്രാഹ്മണ പുത്രിയാണ്, തപസ്വിയായ ശുക്രാചാര്യന്റെ മകൾ. എനിക്ക് മദ്യത്തിന്റെ ഗന്ധം ദൂരെ നിന്ന് പോലും സഹിക്കാനാവില്ല. നീ നിന്റെ അച്ഛന്റെ മകളാകുന്നത് പോലെ എന്റെ ഭാര്യയുമാണ്. ഞാൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് മദ്യം വിരോധമാണ്. പക്ഷേ എന്റെ അച്ഛൻ മദ്യപാനം ഉപേക്ഷിച്ചു. അതുപോലെ അദ്ദേഹവും മദ്യവിരോധിയാണ്. അദ്ദേഹമോ? ഏത് അദ്ദേഹം? എന്താണെന്ന് മിണ്ടാത്തത്? അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹത്തിന്റെ പേര് പറയാൻ എനിക്ക് ഭയമൊന്നുമില്ല. ഖജന് മദ്യപാനം ഇഷ്ടമായിരുന്നില്ല. ഇത് ഹസ്തിനപുരിയിലെ രാജകൊട്ടാരമാണ്. ശുക്രാചാര്യന്റെ ആശ്രമമോ ഖജന്റെ പത്മകുടീരമോ അല്ല. മദ്യം ഇഷ്ടമല്ലാത്തവർ അത് തൊടേണ്ട. പക്ഷേ മറ്റൊരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ ഹസ്തിനപുരിയിലെ രാജാവാണ്, യയാതി. ഇവിടെ ഖജനുമില്ല, ശുക്രാചാര്യനുമില്ല. അവർക്കൊന്നും ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ അവകാശമില്ല. നീ എന്റെ ഭാര്യയാണ്, എന്റെ സുഖമാണ് നീ. എന്ന സ്വന്തം സുഖം നോക്കിയിരുന്നോളൂ. പക്ഷേ വെറുതെ അല്ല. നഹുഷന്റെ പുത്രന്മാർക്ക് ഒരിക്കലും സുഖം ലഭിക്കില്ലെന്ന് പറയുന്നത്. ആരെവിടെ? ഓ, മന്ദാരം. ഞാനാണ് അങ്ങേക്ക് മദ്യം തരുന്നതെന്ന് മഹാറാണി എങ്ങാനും അറിഞ്ഞ എന്നെ പിന്നെ വെച്ചേക്കില്ല. മനസമാധാനത്തിന് എന്തെങ്കിലും മാർഗം ഉപദേശിക്കൂ മന്ദാര. മഹാരാജാവേ, ഇത് മനുഷ്യലോകമാണ്. മനുഷ്യ ജീവിതം ദുഃഖ നിബിഡമാണ്. ഈ ദുഃഖങ്ങൾ മറക്കാൻ 2 ദിവ്യൌഷധങ്ങളെ ഈ ലോകത്തുള്ളൂ. അതെന്താണോ? വേറെന്താ? മദ്യവും മദിരാക്ഷിയും. ഇതെല്ലാം പാപമല്ലേ? പുണ്യപാപങ്ങൾ. ധൂർത്തരായ പണ്ഡിതന്മാരും മഠയരായ മനുഷ്യരും ചേർന്നുണ്ടാക്കിയ വെറും സങ്കല്പങ്ങളാണ് ഇതെല്ലാം. ഈ ലോകത്ത് സുഖവും ദുഃഖവുമാണ് സത്യം. ബാക്കിയെല്ലാം വെറും മായയാണ്. നിന്നെ പോലെയുള്ള സേവകന്മാർക്ക് എങ്ങനെ ഇത്രയും പാണ്ഡിത്യത്തിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നാണ് എനിക്ക് കണ്ടത്. മഹാരാജാവായ അങ്ങയുടെ സേവകൻ മാത്രമാണ് ഞാൻ. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു രാജാവായിരിക്കാൻ എനിക്കെന്ത് യോഗ്യത എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മഹാരാജാവായ നഹുഷിന്റെ പുത്രനായി ജനിച്ചു. അച്ഛന്റെ കാലശേഷം നേരെ രാജസിംഹാസനത്തിലിരുന്നു. ഇതിലെന്ത് മഹത്വം! രാജകൊട്ടാരത്തിന്റെ മുകളിലിരിക്കുന്ന കാക്കയെ പോലും ആളുകൾ കൗതുകത്തോടെ നോക്കാറുണ്ട്. ആവശ്യമില്ലാത്ത ചിന്തകളാണ് അങ്ങേ ദുഃഖിതനാക്കുന്നത്. ചിന്തകളല്ല, പ്രവൃത്തിയുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ദേവേന്ദ്രന്റെ യുദ്ധത്തിൽ തോൽപ്പിച്ച എന്റെ അച്ഛൻ ഇന്ദ്രാണിയെ മോഹിച്ചപ്പോൾ കിട്ടിയ ശാപമാണ് നഹുഷന്റെ പുത്രന്മാർക്ക് ഒരിക്കലും സുഖം ലഭിക്കില്ലെന്ന്. അതുകൊണ്ടാണോ അങ്ങയുടെ സഹോദരൻ സന്യാസിയായത്? ജ്യേഷ്ഠൻ ശാപം പായന്ന് സുഖങ്ങളിൽ നിന്ന് ഓടിയൊളിച്ചതാണ്. ഒടുവിൽ ഭ്രാന്തനായി വനത്തിലലയുന്നു. എന്റെ അറിവിൽ ഞങ്ങൾ പാവങ്ങളായ ദാസന്മാർക്ക് മാത്രമേ ദുഃഖമുള്ളൂ എന്നാണ്. ഇതിപ്പോ മഹാരാജാവ് തന്നെ ദുഃഖിതനാണെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യും? മോഹങ്ങളും ദുഃഖങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. പക്ഷേ എന്നെ സ്നേഹിച്ചൊരു പെണ്ണും അവൾക്ക് ഞാൻ സമ്മാനിച്ചൊരു മകനും ഈ ഭൂമിയിൽ അനാഥരായി കഴിയുന്നുണ്ട്. അവർ എന്റേതാണെന്ന് പറയാനുള്ള ധൈര്യം ഈ മദ്യത്തിന് പോലും തരാൻ പറ്റുന്നില്ല. അങ്ങ് ആരെ പറ്റിയാ ഈ പറയുന്നത്? ഞാൻ പറയാം, എല്ലാം പറയാം. ദേവേനി എന്നോട് കലഹിച്ചോട്ടെ, ശുക്രാചാര്യൻ എന്നെ ശപിച്ചോട്ടെ, ഖജൻ എന്നെ വെറുത്തോട്ടെ. പക്ഷെ ശർമ്മിഷ്ഠ... മഹാരാജാവേ, ഞാൻ പോണം. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ശർമ്മിഷ്ഠയെ കാണാതായ വിവരം അങ്ങേക്കറിയാമോ? ശർമ്മിഷ്ഠയെ കാണാതായോ?
വല്ല രാക്ഷസന്മാരും തട്ടിക്കൊണ്ടു പോയതാ. അവൾ അശോകവനത്തിൽ നിന്നും ഒളിച്ചോടി. എങ്ങോട്ട് പോയി? ഒളിച്ചോടുന്നവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാറുണ്ടോ? അതോ നീ എന്തെങ്കിലും കടുങ്കൈ ശർമ്മിഷ്ഠയോട് കാണിച്ചോ? ശർമ്മിഷ്ഠയോട് ഞാൻ എന്ത് കാണിച്ചാലും നിങ്ങൾക്കെന്താ? അവൾ എന്റെ ദാസിയാണ്. ശർമ്മിഷ്ഠ എവിടെ? എന്റെ ശർമ്മിഷ്ഠ എവിടെയെന്ന്? രാക്ഷസി, നീ അവളെ കൊന്നു കാണും. നിന്നെ പോലൊരു ദുഷ്ടി ഈ ലോകത്ത് കാണില്ല. നിങ്ങളുടെ ശർമ്മിഷ്ഠയോ? എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ട്. ശർമ്മിഷ്ഠ പറഞ്ഞ മഹർഷി നിങ്ങളായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചത് തെറ്റിയില്ല. അതേടി, നീയും നിന്റെ സ്വഭാവമാണ് എന്നെ മഹർഷിയുടെ വേഷം കെട്ടാൻ പ്രേരിപ്പിച്ചത്. നിങ്ങൾ ചതിയനാണ്, വഞ്ചകൻ, സ്വന്തം ഭാര്യയെ വഞ്ചിച്ചവൻ. നിന്നെ ഞാൻ അടുത്തേക്ക് വരരുത്. ഞാൻ ശുക്രാചാര്യന്റെ മകളാണെന്നുള്ള കാര്യം മറക്കണ്ട. എന്റെ അച്ഛൻ നിങ്ങളെ ശപിച്ച് കല്ലോ മരമോ ആക്കി മാറ്റുന്നതിന് മുമ്പ് എവിടേക്കെങ്കിലും പൊക്കോളൂ. വേണ്ട വേണ്ട, നീ എന്നെ ശപിക്കരുത്. ദേവയാനി, നീ എന്റെ ഭാര്യയാണ്. എന്തെങ്കിലും ഒരു ശാപം കിട്ടാതെ നിങ്ങളുടെ ബുദ്ധി നേരെയാവില്ല. ജീവിതം മുഴുവൻ ഒരു ശാപം പേർന്നവനാണ് ഞാനിനി ഒന്നിനും നിന്റെ അടുക്കലേക്ക് വരില്ല. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ സ്പർശിക്കില്ലെന്ന് ശപഥം ചെയ്യും. എന്റെ അച്ഛന്റെ പേരിൽ സത്യം ചെയ്യും. സത്യം, ഇത് സത്യം. ഇനി ഒരിക്കലും ദേവയാനി യയാതിയുടെ തന്നെ. ഇനി അടുത്തത് അവളാണ് ശർമ്മിഷ്ഠ. അവൾ എങ്ങനെയോ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. ഹസ്തിനപുരിയിലെ മഹാറാണിയാണ് പ്രഖ്യാപിക്കുന്നത്. ശർമ്മിഷ്ഠയും കുഞ്ഞിനെയും പിടിച്ചു